ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹെസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 3ാമത്തെ എപ്പിസോഡാണ്. മുന്നേയുള്ള വീഡിയോസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം പ്രൊഫസർ റക്കേലിനെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണുന്നു. റക്കേലിന്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫ് ആയതിനാൽ പ്രൊഫസർ തന്റെ ഫോൺ കോൾ ചെയ്യുവാനായി റക്കേലിന് നൽകുന്നു. റക്കേൽ തന്റെ അമ്മയെ വിളിച്ച് അല്പനേരത്തിനുള്ളിൽ തിരികെ എത്താമെന്ന് പറയുന്നു. ശേഷം മറ്റൊരു കോൾ ചെയ്യുന്നു. തന്നെ മീഡിയേറ്ററായി സംസാരിക്കുവാൻ ആവശ്യപ്പെട്ട മേൽ ഉദ്യോഗസ്ഥനെയാണ് റക്കേൽ കോൾ ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന് കോൾ കണക്ട് ആകുന്നില്ല. അതുകൊണ്ട് റക്കേൽ അദ്ദേഹത്തിന് ഒരു വോയിസ് നോട്ട് അയക്കുന്നു. തന്റെ കേസിൽ CNA ഇൻവോൾവ് ആയിരിക്കുന്നു. തന്നെ ഡെമ്മിയാക്കി അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മിഷനിൽ നിന്നും പിന്മാറുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വോയിസ് നോട്ട് അവസാനിപ്പിക്കുന്നു. റക്കേൽ പറയുന്നതെല്ലാം പ്രൊഫസർ കേൾക്കുന്നുണ്ടായിരുന്നു. റക്കേൽ ഫോൺ തിരികെ പ്രൊഫസറിന് നൽകുന്നു. പ്രൊഫസർ പതിയെ റക്കേലിനോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നു. ടിവിയിലെ ന്യൂസിൽ പ്രൊഫസർ റക്കേലിനെ കണ്ടിരുന്നു എന്ന് പറയുന്നു. ഈ കേസിൽ നിങ്ങൾ എന്ത് നെഗോസിയേഷനാണ് നടത്തിയിരിക്കുന്നതെന്ന് പ്രൊഫസർ റക്കേലിനോട് അന്വേഷിക്കുന്നു. ആദ്യം റക്കേൽ പ്രൊഫസറുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. റക്കേലിന് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ, നിങ്ങൾ ഇതിന് മറുപടി നൽകണം എന്നില്ല, എനിക്ക് ചോദിക്കുവാൻ തോന്നി, അതിനാൽ ചോദിച്ചതാണെന്ന് പറയുന്നു. റക്കേൽ പതിയെ സംസാരിച്ചു തുടങ്ങുന്നു. ഓരോ കേസും ഓരോ വിധത്തിലാണ്. ഈ കേസിനെ സംബന്ധിച്ച് കുറച്ചു സമയം അവർക്ക് നൽകി കാര്യങ്ങൾ ശാന്തമാക്കിയ ശേഷം ആക്ഷൻ എടുക്കാനാണ് പ്ലാൻ എന്ന് അവൾ പറയുന്നു. ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പോലീസ് ആയിരുന്നില്ല സമയം എടുക്കുന്നത്. ഉള്ളിലെ റോബറി ഗ്യാങ് ആണ് തങ്ങളുടെ പ്ലാൻ പോലെ സമയം ഉപയോഗിക്കുന്നത്. കാരണം എത്രമാത്രം സമയം അവർ ഉള്ളിൽ ചെലവാക്കുന്നോ അത്രമാത്രം അവർക്ക് പണം പ്രിന്റ് ചെയ്യുവാൻ സാധിക്കും. അവർ 1 മണിക്കൂറിൽ 5 മില്യൺ യൂറോ പ്രിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രൊഫസർ തന്റെ സങ്കേതത്തിലേക്ക് തിരിച്ചെത്തി റോയൽ മിന്റിലെ CCTV ക്യാമറകൾ നിരീക്ഷിക്കുന്നു. കൂടാതെ പ്രൊഫസർ പോലീസിന്റെ റേഡിയോ സിഗ്നലുകൾ ഹാക്ക് ചെയ്ത് കേൾക്കുവാൻ തുടങ്ങുന്നു. പോലീസ് ഉള്ളിലേക്ക് വരുവാൻ തയ്യാറായാൽ പ്രൊഫസറിന് തന്റെ ഗ്യാങ്ങിന് മുന്നറിയിപ്പ് നൽകുവാനാണ് കോളുകൾ ടാപ്പ് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ വരെ അവർ മാറി മാറി പ്രിന്റിംഗ് നടത്തുന്നു. ഇതിനോടകം അവർ 52 മില്യൺ യൂറോ പ്രിന്റ് ചെയ്തിരുന്നു. ഇതുവരെ പ്രൊഫസറിന്റെ പ്ലാൻ പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത് കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത മാത്രമായിരുന്നു. അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അതിരാവിലെ തന്നെ ബെർലിൻ ഹോസ്റ്റേജസിന്റെ മുന്നിലേക്ക് എത്തുന്നു. അവിടെയുള്ള ചിലരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ആർക്കൊക്കെ എന്തൊക്കെ മരുന്നുകളാണ് വേണ്ടതെന്ന് അന്വേഷിക്കുന്നു. ഈ സമയം മോണിക്ക തനിക്ക് അബോർഷൻ പിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെയാണ് മോണിക്കയും അട്ടോറാമും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ അട്ടോറ തന്റെ ഗർഭത്തെ നിരസിക്കുന്നു. അതുകൊണ്ട് തന്നെ മോണിക്കയ്ക്ക് അയാളോട് വെറുപ്പ് തോന്നി തുടങ്ങുന്നു. ശേഷം ഗർഭം അലസിപ്പിക്കാൻ അവൾ തീരുമാനിക്കുന്നു. അതിനായാണ് അബോർഷൻ ബില്ലെന്ന് മോണിക്ക അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഡെൻവറിന് മോണിക്കയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നു. ഈ സമയം ആലിസൺ ടൈലർ തന്റെ ഫോൺ ആവശ്യപ്പെടുന്നു. തന്റെ ഒരു മോശം ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആയിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് തങ്ങൾ അവളോട് ഫോൺ വാങ്ങിയതെന്ന് പറയുന്നു. അത് അവസാനിപ്പിക്കുവാനായി ഫോൺ വേണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന ബെർലിൻ ആലിസണിന് പറയാനുള്ളത് ഒരു വീഡിയോയെ റെക്കോർഡ് ചെയ്ത് തന്നാൽ അത് അപ്ലോഡ് ചെയ്യാമെന്ന് അയാൾ പറയുന്നു. ഈ സമയം അണ്ടർഗ്രൗണ്ടിൽ ഒരു കുഴിയെടുക്കുവാനായി അവരിൽ ചിലരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തുരങ്കം കുഴിക്കുന്ന കാര്യങ്ങളിൽ മേൽനോട്ടം നടത്തുന്നത് മാർക്കോ ആയിരുന്നു. ഈ സമയം ആലിസൺ ടൈലർ തന്റെ പ്രശ്നങ്ങളെപ്പറ്റി പറയുവാനായി വീഡിയോ റെക്കോർഡർ ഓണാക്കുന്നു. എന്നാൽ അവൾക്ക് അതിന് കഴിയുന്നില്ല. ആലിസണിനെ റിയോ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സമയം അവിടേക്കെത്തിയ ടോക്കിയോ റിയോ ആലിസണിനോട് സംസാരിക്കുന്നത് കണ്ട് ദേഷ്യപ്പെടുന്നു. മറ്റാർക്കും അറിയില്ലെങ്കിലും നീ എന്റെ കാമുകനാണെന്ന് അവൾ പറയുന്നു. ഈ സമയം ആലിസൺ തന്റെ ഫോൺ എടുത്ത് ഇന്റർനെറ്റ് ഓൺ ആക്കുന്നു. ആലിസന്റെ ഫോണിൽ ഇന്റർനെറ്റ് ഓൺ ആയതും അത് പോലീസിന് മനസ്സിലാകുന്നു. ഇതൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ആ ഫോണിനെ ഹാക്ക് ചെയ്യുന്നു. ഫോണിലെ ക്യാമറ വഴി അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അവർ റെക്കോർഡ് ചെയ്യുന്നു. ആലിസൺ ഫോൺ എടുത്തു എന്ന് മനസ്സിലാക്കിയ റിയോ ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്നു. ഫോണിലൂടെ റിയോയുടെ മുഖം പോലീസ് ഓഫീസേഴ്സ് കാണുന്നു. ഈ സമയം തന്റെ വീട്ടിലേക്ക് പോയ റക്കേലിനെ ഹയർ ഒഫീഷ്യൽസ് തിരികെ മിഷനിലേക്ക് വിളിക്കുന്നു. ആലിസൺ ടൈലറിന്റെ ഫോൺ വഴി കിട്ടിയ വീഡിയോ അവർ റക്കേലിന് കാണിച്ചു കൊടുക്കുന്നു. അതിലൂടെ ഒരുപാട് ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നു. സെൽഫോണുകൾ ഭിത്തിയിൽ പതിച്ചിരിക്കുന്നത് അവർ കാണുന്നു. റിയോയുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുവാൻ റക്കേൽ ആവശ്യപ്പെടുന്നു. ഈ സമയം റക്കേലിന് പ്രൊഫസർ കോൾ ചെയ്യുന്നു. അവിടെ ഹോസ്റ്റേജസിന് മെഡിസിൻ ആവശ്യമാണെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതൊരു ബാഗിലാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രൊഫസർ വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചതിനാൽ റക്കേലിന് പ്രൊഫസറിനെ മനസ്സിലാകുന്നില്ല. തങ്ങൾ എപ്പോഴാണ് സറണ്ടർ ആകാൻ പോകുന്നതെന്ന് റക്കേൽ ചോദിക്കുന്നു. റിയോയുടെ ഫോട്ടോ തങ്ങൾക്ക് കിട്ടിയ വിവരം റക്കേൽ പ്രൊഫസറിനെ അറിയിക്കുന്നു. അവരായി സറണ്ടർ ആയാൽ ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് റക്കേൽ പറയുന്നു. ഇത് കേട്ട പ്രൊഫസർ ചിരിക്കുന്നു.
പ്രൊഫസറിന് വിശ്വാസമാകുവാനായി ഭിത്തിയിൽ 67 ഫോണുകൾ പതിച്ചിരിക്കുന്ന കാര്യം റക്കേൽ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രൊഫസറിന് ഷോക്കാകുന്നു. ഈ വിവരങ്ങൾ അവരെങ്ങനെ കണ്ടെത്തിയെന്ന് പ്രൊഫസർ സംശയത്തിലാകുന്നു. റക്കേൽ പ്രൊഫസറിന് ആലോചിക്കുവാൻ 1 മണിക്കൂർ സമയം കൊടുത്തുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നു. പ്രൊഫസർ റോയൽ മിന്റിലെ തന്റെ ടീമിനെ വിളിക്കുന്നു. മ്യൂസിയത്തിനുള്ളിൽ നിന്നും ആരെങ്കിലും ഫോൺ ഉപയോഗിച്ചോ എന്ന് പ്രൊഫസർ ചോദിക്കുന്നു. കളക്ട് ചെയ്ത ഫോണുകളിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അത് നശിപ്പിക്കുവാൻ പ്രൊഫസർ ആവശ്യപ്പെടുന്നു. ഇതറിഞ്ഞ റിയോ ബെർലിനെ കൂട്ടി മറ്റൊരിടത്തേക്ക് പോകുന്നു. ശേഷം നടന്ന കാര്യങ്ങൾ റിയോ ബെർലിനോട് പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ ബെർലിൻ റിയോയോട് ദേഷ്യപ്പെടുന്നു. ടോക്കിയോയും റിയോയും ബെർലിൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. ഈ സമയം പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയുവാനായി പ്രൊഫസർ റക്കേലിനെ കോഫി ഷോപ്പിലേക്ക് പോയി മീറ്റ് ചെയ്യുന്നു. എന്നാൽ പ്രൊഫസർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ റക്കേൽ അവിടെ നിന്നും നടക്കുന്നു. ഈ സമയം ഏഞ്ചൽ റക്കേലിന് കോൾ ചെയ്യുന്നു. അവർ റിയോയുടെ ഐഡന്റിറ്റി കണ്ടെത്തിയ വിവരം റക്കേലിനെ അറിയിക്കുന്നു. കൂടാതെ റിയോ കുറച്ചു ദിവസം മുൻപ് റോയൽ മിന്റിലേക്ക് വന്നിട്ടുണ്ടെന്നും അതിന്റെ ഫോട്ടോസ് ഫോണിലേക്ക് അയച്ചിട്ടുണ്ടെന്നും പറയുന്നു. റക്കേൽ കോൾ കട്ട് ചെയ്ത ശേഷം ഫോണിലെ ഫോട്ടോ ലോഡ് ചെയ്ത് നോക്കുന്നു. ഈ സമയം പ്രൊഫസർ ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നു. പ്രൊഫസറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ റക്കേൽ അയാളെ ടേബിളിലേക്ക് പിടിച്ചു നിർത്തുന്നു. ശേഷം താൻ റിപ്പോർട്ടർ ആണോ എന്ന് ചോദിക്കുന്നു. റക്കേൽ പ്രൊഫസറിന്റെ ശരീരമാസകലം പരിശോധിക്കുന്നു. ഈ സമയം അവിടേക്ക് ഓടിയെത്തിയ കടയുടമ പ്രൊഫസർ റിപ്പോർട്ടർ അല്ല, അദ്ദേഹം ആ ഷോപ്പിന്റെ സ്ഥിരം കസ്റ്റമർ ആണെന്നും പറയുന്നു. റക്കേൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. ഈ സമയം റോയൽ മിന്റിൽ അട്ടൂറ മോണിക്കയോട് താൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. താഴെ ബോംബൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അയാൾ മോണിക്കയോട് പറയുന്നു. അതുകൊണ്ട് തങ്ങളൊരു പ്ലാനറ്റ് അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കുവാനാകുള്ളൂ എന്ന് അട്ടൂറ മോണിക്കയോട് പറയുന്നു. അട്ടൂറയുടെ മുറിയിൽ കോട്ട് ഹാങ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ തന്റെ സെക്കൻഡ് ഫോൺ ഉണ്ടെന്നും അയാൾ പറയുന്നു. എന്തെങ്കിലും കാരണമുണ്ടാക്കി ആ ഫോൺ എടുക്കണമെന്നും ശേഷം പോലീസിനെ വിവരമറിയിക്കണമെന്നും അട്ടൂറ മോണിക്കയോട് ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി മോണിക്ക ബോധം പോയതുപോലെ അഭിനയിക്കുന്നു. ഇത് കണ്ട ഡെൻവർ അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. തന്റെ തിങ്സ് ഉള്ള മുറിയിൽ ആവശ്യമായ മരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ഡെൻവറിനെ കൂട്ടി അട്ടൂറയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ശേഷം അവൾ ഡെൻവർ അറിയാതെ ഫോൺ രഹസ്യമായി ശരീരത്തിലേക്ക് ഒളിപ്പിക്കുന്നു. ഈ സമയം എൻട്രൻസിൽ പോലീസ് മെഡിസിനുമായി എത്തുന്നു. ഡെൻവർ മോണിക്ക ആവശ്യപ്പെട്ട അബോർഷൻ ടാബ്ലറ്റ് എടുത്ത് മോണിക്കയെ തനിയെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കെട്ട് പണം അവൻ മോണിക്കയ്ക്ക് നേരെ നീട്ടുന്നു. അബോർഷൻ ചെയ്യാതെ ആ പണം ഉപയോഗിച്ച് കുട്ടിയെ വളർത്തിക്കൂടെ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഈ സമയം ബെർലിൻ അവിടേക്ക് എത്തുന്നു. അവിടെ നിന്നും നടക്കുവാൻ ഒരുങ്ങുന്ന മോണിക്കയുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന ഫോണിൽ നിന്നും ഒരു മെസ്സേജ് ടോൺ കേൾക്കുന്നു. ഇത് കേൾക്കുന്ന ബെർലിൻ വളരെയധികം ദേഷ്യപ്പെടുന്നു. ബെർലിൻ മോണിക്കയെ കൊല്ലുവാനായി ഡെൻവറിനോട് ആവശ്യപ്പെടുന്നു. ഡെൻവർ മോണിക്കയെ കൊല്ലാനായി അവിടെ നിന്നും തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. ഈ സമയം നടക്കാൻ ബുദ്ധിമുട്ടി വരുന്ന റിയോയെ കാണിക്കുന്നു. മെയിൻ ഹാളിലെത്തിയ റിയോയെ കണ്ട് അവന്റെ ശരീരം ടോക്കിയോ പരിശോധിക്കുന്നു. റിയോയെ ആക്രമിച്ചതിന്റെ ദേഷ്യത്തിൽ ടോക്കിയോ അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറകൾ ഓരോന്നായി ഷൂട്ട് ചെയ്യുവാൻ ആരംഭിക്കുന്നു. ശേഷം ടോക്കിയോ പ്രൊഫസറിനെ കോൾ ചെയ്യുന്നു. റിയോയുടെ ശരീരത്തിൽ ഇനി ആരെങ്കിലും കൈവച്ചാൽ ഒന്നെങ്കിൽ ബെർലിനെ കൊല്ലും അല്ലെങ്കിൽ പ്രൊഫസറിനെ കൊല്ലുമെന്ന് അവൾ പറയുന്നു. പ്രൊഫസർ വെളിയിലായതുകൊണ്ട് അയാൾക്ക് പ്രശ്നമില്ല. തങ്ങളാണിപ്പോൾ പ്രശ്നത്തിലെന്ന് പറഞ്ഞ് ടോക്കിയോ ദേഷ്യപ്പെടുന്നു. ഈ സമയം അവിടേക്കെത്തിയ ഹെലിൻസ്കിയും ഒസ്ലോയും ടോക്കിയോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. അവിടേക്കെത്തിയ ബെർലിൻ അവരോട് തോക്ക് താഴേക്ക് ഇറക്കുവാൻ പറയുന്നു. ടോക്കിയോയുടെയും റിയോയുടെയും പ്രണയം കാരണം അവർ ആരൊക്കെയാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിനെപ്പറ്റിയുള്ള ന്യൂസാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രൊഫസർ ടോക്കിയോട് പറയുന്നു. ആലിസൺ ടൈലറിന്റെ ഫോണിൽ നിന്നും കിട്ടിയ വീഡിയോയിലൂടെ പോലീസ് റിയോയെ കണ്ടെത്തി. കൂടാതെ CCTV ഫൂട്ടേജിൽ നിന്നും റോയൽ മിന്റ് നിരീക്ഷിക്കുവാനെത്തിയ ടോക്കിയോയുടെയും റിയോയുടെയും വീഡിയോസ് പോലീസിന് കിട്ടുന്നു. ഈ സമയം മോണിക്കയെ കൊല്ലാനായി ഡെൻവർ ബാത്റൂമിലേക്ക് അവളെ കൊണ്ടുപോകുന്നു. മോണിക്ക അവളെ കൊല്ലരുതെന്ന് ഒരുപാട് കരഞ്ഞു പറയുന്നു. എന്നാൽ ഡെൻവർ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. പക്ഷേ ഡെൻവറിന് അവളെ ഷൂട്ട് ചെയ്യുവാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഞാൻ നിന്നെ ഇപ്പോൾ കൊന്നില്ലെങ്കിൽ അവർ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഡെൻവർ മോണിക്കയെ ഷൂട്ട് ചെയ്യുന്നു. ടീമിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. റിയോയും ടോക്കിയോയും പോലീസ് ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. മോണിക്കയെ ഷൂട്ട് ചെയ്തതിൽ മാനസികമായി തളർന്ന ഡെൻവർ ഇനി എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത എപ്പിസോഡിൽ അറിയാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.